ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോഴേ എനിക്ക് ബോധിച്ച വ്യക്തി എന്ന് ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ദാവീദിനെ ദൈവത്തിന് ബോധിച്ച വ്യക്തി എന്ന് പറയുവാൻ കാരണം? അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് ദൈവഹിത പ്രകാരം ജീവിച്ച ഒരു വ്യക്തിയായിട്ട് ദാവീദിനെ പറയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ബോധിച്ച വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദാവീദ് ദൈവത്തിന് ബോധിച്ച വ്യക്തിയായിട്ട് ജീവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതിൻ്റെ ഒന്നാമതായിട്ട് നാം കണ്ടു, ഏം, ദേ- ദാവീദ് തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്തു എന്ന് നാം കണ്ടു. ഒന്നാമതായിട്ട് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ദൈവത്തിന് ബോധിച്ച വ്യക്തി. നം എങ്ങനെയാണ് ദാവീദ് തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്തതെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന് ശമൂവേൽ അതിന് 17-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് 16ഉം 17ഉം അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് എങ്ങനെയാണ് ഈ തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാം താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധത്തിന് വേണ്ടി പടയ്ക്ക് അണിനിരക്കുകയാണ്. അവിടെ യുദ്ധത്തിനായിട്ട് വരും. ഫെലിസ്ത്യരുടെ അടുക്കുന്നത് ഒരു മല്ലനാണ്. അവനെക്കുറിച്ച് പറയുന്നത്, അവൻ്റെ തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള ചാൽച്ചട്ടിയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടുപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കെൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചയക്കാരൻ അവൻ്റെ മുമ്പ് നടന്നു. അവൻ നടന്നിട്ട് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വന്ന് പടയ്ക്ക് അടിനിരക്കുന്നത് എന്തിനാണ്? ഞാൻ ഫെലിസ്ത്യനാണ്, നിങ്ങൾ ശൗലിൻ്റെ ചേവരുമല്ലയോ? നിങ്ങൾ ഒരുത്തിനെ തിരഞ്ഞെടുത്തു കൊള്ളുവിൻ, അവൻ എന്നോട് യുദ്ധം ചെയ്യട്ടെ. അങ്ങനെ ആ യുദ്ധത്തിൽ അംഗം പൊരുതി ജയിക്കുന്നവൻ ജയിക്കുന്ന വ്യക്തിയുടെ രാജ്യം ജയിക്കുന്നതായിട്ട് ഡിക്ലെയർ ചെയ്യും. മറ്റുള്ളവര് അടിമകളാകും എന്ന് ഇങ്ങനെ ഈ മല്ലൻ ഫെലിസ്ത്യനായിട്ട്, ഇവിടെ ഗോലിയാത്താണ് എന്ന് നമുക്കറിയാം. ഗോലിയാത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്. ഒരു ദിവസമല്ല കേട്ടോ. അതിൻ്റെ ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്ന് ഇത് പറയുകയാണ്. ഇസ്രായേൽ ജനം മുഴുവനായിട്ട് ഒരു സൈഡിൽ നിൽക്കുകയാണ്. അവിടെ ഈ ദാവീദിൻ്റെ സഹോദരന്മാരുണ്ട്, വില്ലാളി വീരന്മാർ അവിടെയുണ്ട്, ശൗലുണ്ട്, ഇത്രയും ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ഇസ്രായേലിനോട് കൂടെ ദൈവവുമുണ്ട്. എന്നിട്ടും അതിൽ വിശ്വാസമില്ലാതെ, അവർക്ക് ആ ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ഫെലിസ്ത്യൻ ഇങ്ങനെ 40 രാവും വിളിച്ചു പറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരു കുഞ്ഞു പോലും മുമ്പോട്ട് വന്ന് ഇവനെ കൊല്ലുവാനായിട്ടോ ഇവനുമായിട്ടുള്ള യുദ്ധം ചെയ്യുവാനായിട്ടോ ആരും ഒരുമ്പെട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദാവീദ് അവിടെ ചെല്ലുന്നത്. ദാവീദിന് ഇത് കേട്ടപ്പോൾ അവന് സഹിക്കുവാനായിട്ട് സാധിച്ചില്ല. അവൻ തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണവുമായിട്ട് കൊടുക്കുവാനായിട്ട് വന്നതാണ് അവിടെ. എന്നാൽ അപ്പോഴാണ് അവൻ അറിയുന്നത്, ഇങ്ങനെ 40 ദിവസമായി അവിടെ മുടങ്ങാതെ ഒരു ഫെലിസ്ത്യൻ ഇസ്രായേലിന് എഗൻസ്റ്റ് വെല്ലുവിളിക്കുകയാണെന്ന് കണ്ടു. അപ്പോൾ അവൻ പറയുകയാണ്, ദാവീദ് അടുക്കൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൻ്റെ നിന്ന നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകൾ നിന്ദിപ്പാനായിട്ട് ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഇത് ശൗൽ രാജാവ് പറഞ്ഞു. ശൗല് ദാവീദിനെ വിളിച്ചു. ദാവീദിനോട് പറഞ്ഞു, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുന്നവന് രാജാവ് ഇന്നിന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും എന്ന് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശൗൽ രാജാവ് ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നീയൊരു പയ്യനാണ്, നിനക്ക് ഇവനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ട് സാധിക്കയില്ല എന്ന് പറഞ്ഞു.
അപ്പോഴ് ദാവീദ് ശൗൽ രാജാവിനോട് പറയുകയാണ്. ദാവീദ് ശൗലിനോട് പറഞ്ഞെന്താണ്? എ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ഒരു സിംഹവും ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് എൻ്റെ ആടിനെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ പിടിച്ചു. അവൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. സിംഹത്തെയും കരടിയെയും കൊന്നു. ആരുടെ സഹായത്താലാണ്? ദൈവത്തിൻ്റെ സഹായത്താൽ ഒരിക്കൽ ഒരു സിംഹത്തെയും ഒരിക്കൽ ഒരു കരടിയെയും കൊല്ലുവാനായിട്ട് ദാവീദിന് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ദാവീദ് പറയുകയാണ്, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവനിൽ ഒന്നിനെ പോലെ ആകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദാവീദ് പറയുകയാണ്, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. അവൻ മുഴുവനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതാണ് വിശ്വാസം. അവൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടിയായിരുന്നു. അവൻ വെറുതെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കുവാനല്ല. അവൻ അവൻ പറയുകയാണ്, എന്നെ രക്ഷിച്ച ഈ ദൈവം, എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിപ്പാൻ മതിയായവനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ശൗൽ സമ്മതിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു, ഇടയസന്ധിയായ പൊക്കണവും ഇട്ടു, കയ്യിൽ കവണിയുമായി ഫെലിസ്ത്യനോടടുത്തു. നമ്മൾ ഫെലിസ്ത്യനെക്കുറിച്ച് കണ്ടു. അവൻ്റെ താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു, അവന് താമ്ര കവചമുണ്ടായിരുന്നു, കാൽച്ചട്ട താമ്രം കൊണ്ടുള്ളതായിരുന്നു. ഭീകരമായ ഒരു വ്യക്തിയെ മല്ലിടുവാനായിട്ട് ചെല്ലുന്നത് വെറും 5 കല്ലും അത് കഴിഞ്ഞിട്ട് മിനുസമുള്ള 5 കല്ലും തോട്ടിൽ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവണയും എടുത്തു. 5 കല്ലും കവണയുമായിട്ടാണ് അവൻ ചെല്ലുന്നത്. കാരണം അവൻ ചെല്ലുന്നത് ഇസ്രായേലിൻ്റെ ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് എന്നുള്ളത് അവൻ്റെ മിടുക്കുകൊണ്ട് അവൻ്റെ കഴിവ് കൊണ്ടല്ല, കുതിര കൊണ്ടോ മറ്റുള്ളത് കൊണ്ടല്ല യുദ്ധത്തിൽ ജയിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദാവീദ് പറയുകയാണ്, ചെന്ന് അവനോട് അടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫെലിസ്ത്യന് ഫെലിസ്ത്യന് ദേഷ്യം വന്നു. കാരണം ഒരു കൊച്ചു പയ്യൻ വടിയുമായിട്ട് അവൻ്റെ നേരെ ചെല്ലുന്നത് അവനെ കളിയാക്കുന്ന പോലെ അവൻ ചെയ്തു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. അവൻ ശപിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഫെലിസ്ത്യനോട് പറഞ്ഞ, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നിന്നെ നിയമിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതാണ് വിശ്വാസം. ഞാൻ വരുന്നത്, നിന്റെ കയ്യിൽ കുന്തവും മറ്റുള്ള എല്ലാം ഉണ്ട്. എന്നാൽ എൻ്റെ കയ്യിൽ എന്നോടുകൂടെ എൻ്റെ ദൈവമായ യഹോവയുണ്ട്. അവൻ ആ വിശ്വാസത്തിൽ ആ ഫെലിസ്ത്യനെ കണ്ടാൽ പേടിയാവുന്ന ഫെലിസ്ത്യനോട് അടുത്തു. മാത്രമല്ല, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സർവ്വജാതികളും അറിയും എന്ന് പറഞ്ഞിട്ട് എന്ന് മാത്രമല്ല അവൻ പറഞ്ഞു, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യഹോവയ്ക്കുള്ളത് അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അങ്ങനെ ചെന്നിട്ട് അവൻ തൻ്റെ കവിണയെടുത്തു, അതിൽ കല്ല് വെച്ചു. ഫെലിസ്ത്യൻ്റെ നേരെ ഫെലിസ്ത്യനെ അടുത്തപ്പോൾ അവൻ്റെ നേർക്ക് ആം, ആം, കല്ലെറിഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും. വീശി ഫെലിസ്ത്യനെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് അവൻ നിലത്ത് വീണു. വലിയ മല്ലൻ നിലത്ത് വീണു. അങ്ങനെ ദാവീദ് ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. ദാവീദിൻ്റെ കയ്യിൽ വാൾ പോലും ഇല്ലായിരുന്നു. ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് ആ വാളെടുത്ത് ദാവീദ് ഫെലിസ്ത്യനെ കൊല്ലുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഇസ്രായേൽ മക്കൾ മാത്രമല്ല, അന്ന് ഫെലിസ്ത്യ ദേശം മുഴുവനും അറിഞ്ഞു, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. അവൻ ഇസ്രായേലിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ യാതൊരു കാര്യവും അസാധ്യമല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദ് തൻ്റെ തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച നാം വായിച്ച വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. യാക്കോബ് എഴുതിയ
ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള മുതലുള്ള വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തിയിലുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നത് കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും ഉറയ്ക്കുകയും ചെയ്യുന്നു. വെറുത്ത മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായും എന്ന് നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. മറ്റേ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവം ബോധിച്ചു എന്ന പേര് ദാവീദിന് കിട്ടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദാവീദിൻ്റെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവന് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് ലഭിച്ചു. എങ്ങനെയാണ് അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു? അത് ഏത് സാഹചര്യത്തിലാണ് അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നാം കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതെ, വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ ദാവീദ് കാണിച്ചു, അതുപോലെ തന്നെ അബ്രഹാം കാണിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തി, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അത് മനസ്സിലാക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു